ഫ്രണ്ട്സ്, എൻ്റെ പേര് തങ്കലക്ഷ്മിയാണ്. ഞാൻ കോട്ടണീസ് ലിറ്റിൽ കൈറ്റ്സ് മെമ്പറാണ്. 2023-26 ബാച്ചിലെ ഡെപ്യൂട്ടി ലീഡറാണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബ്ലെൻഡർ സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഓപ്പൺ ടൂൾസിലൊക്കെ ആനിമേഷൻ ചെയ്യാൻ അറിയാമല്ലേ. അപ്പോൾ ബ്ലെൻഡറിൽ എങ്ങനെയാണ് നമുക്ക് 3D ആനിമേഷൻ ചെയ്യാം എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പം ഒരു ബേസിക്സിന് വേണ്ടി നമുക്കിന്ന് ബ്ലെൻഡറിൽ 2 വേർഷൻ ഉണ്ട്. ബ്ലെൻഡർ 1 പിന്നെ ബ്ലെൻഡർ 3.1.2 വേർഷനും ഉണ്ട്. നമ്മളിത് ബേസിക്സിന് വേണ്ടി തന്നെ ഞാൻ ഇന്ന് ബ്ലെൻഡർ മാത്രം ഇപ്പം പറഞ്ഞുതരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആനിമേഷനൊക്കെ ചെയ്യുന്നത് ബ്ലെൻഡർ 3.1.2 വേർഷനിലായിരിക്കും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോഴേക്കും എക്സ്റ്റേണൽ കീബോർഡും കൂടി ആവശ്യമാണ്. കാരണം ഷോർട്ട് കട്ട് കീസൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഈ എക്സ്റ്റേണൽ കീബോർഡ് വേണം. ഇപ്പോൾ നമുക്ക് ബേസിക്സ് ആണ്, എന്തൊക്കെ വിൻഡോസ് ഉണ്ട്, എന്തൊക്കെ ടൂൾസ് ഉണ്ട് എന്നറിയാൻ മാത്രമാണ് ഈ ഒരു വീഡിയോ. അത് കഴിഞ്ഞ് നമുക്ക് വേറെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ബ്ലെൻഡർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആപ്ലിക്കേഷൻസ്, അതിൽ ഗ്രാഫിക്സ്, ബ്ലെൻഡർ. അപ്പം ഇങ്ങനെയാണ് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നത്. പക്ഷേ ഇത് 3.1.2 ആണെങ്കിൽ ഇവിടെ 3.1.2 എന്ന് എഴുതി കാണിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു വിൻഡോയ്ക്ക് പറയുന്ന പേരാണ് സ്പ്ലാഷ് വിൻഡോ എന്നാണ് പറയുന്നത്. ഈ വിൻഡോയ്ക്ക് പറയുന്ന പേരാണ് സ്പ്ലാഷ് വിൻഡോ. നമുക്ക് ഈ വിൻഡോ ആവശ്യമില്ല. അപ്പം ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്താൽ മതി, അത് പൊക്കോളും. അപ്പം ഇതൊക്കെയാണ് ഫസ്റ്റ് ബ്ലെൻഡർ നമ്മൾ ഓപ്പൺ ചെയ്ത് അടുത്തതായിട്ട് കാണുന്ന വിൻഡോ. അപ്പം ഇതിൽ പ്രോപ്പർട്ടീസ് വിൻഡോ ഉണ്ട്, ഔട്ട്ലൈൻ വിൻഡോ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു വിൻഡോ, മൗസ് പോയിന്റർ വെച്ചിരിക്കുന്നില്ലേ, ഇതിനെ പറയുന്ന പേരാണ് നമുക്ക് ഔട്ട്ലൈൻ വിൻഡോ എന്നാണ് പറയുന്നത്. ഇത് ഔട്ട്ലൈൻ വിൻഡോ ആണ്. പിന്നെ താഴെ കാണുന്നതാണ്, ഇതൊക്കെ പ്രോപ്പർട്ടീസ് അല്ലേ, അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും പറയുന്ന ഈ വിൻഡോ പറയുന്ന പേരാണ് പ്രോപ്പർട്ടീസ് വിൻഡോ. പിന്നെ താഴെ ഇവിടെ നമുക്കറിയാം, ഇങ്ങനെ വലിച്ചെടുത്താൽ അറിയാൻ പറ്റും, ഇത് ടൈം ലൈൻ വിൻഡോ ആണ്. അപ്പോൾ ഇത് ടൈം ലൈൻ വിൻഡോ. ഇനി താഴെ അതായത് മുകളിൽ കാണുന്നതാണ് ഇൻഫോ വിൻഡോ. ഈ ഫയല്, എഡിറ്റ്, റെൻഡർ, വിൻഡോ അങ്ങനെയൊക്കെ വരുന്നതാണ് ഇൻഫോ വിൻഡോ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ സൈഡിൽ കാണുന്നതൊക്കെ ടൂൾസ് ആണ്. അപ്പം ഇതാണ് നമുക്ക് ബേസിക്സ് ആയിട്ട് നമ്മുടെ ബ്ലെൻഡറിൽ കാണപ്പെടുന്ന വിൻഡോസ്. മൊത്തം 5 എണ്ണമാണ്. ആദ്യം ഓപ്പൺ ആയി വരുന്നത് സ്പ്ലാഷ് വിൻഡോവും, പിന്നെ ഇവിടെ കളക്ഷൻ, ക്യാമറ, ക്യൂബ് ഒക്കെ കാണുന്നത് ഔട്ട്ലൈൻ വിൻഡോവും, പ്രോപ്പർട്ടീസ് ഒക്കെ കാണുന്നത് പ്രോപ്പർട്ടീസ് വിൻഡോവും, അതുപോലെ ടൈം ലൈൻ നമുക്ക് ഓപ്പൺ ടൂൾസിൽ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ ടൈം ലൈൻ ഉണ്ട്. അപ്പോൾ അത് ടൈം ലൈൻ വിൻഡോ ആണ്. പിന്നെ മുകളിൽ കാണുന്ന ഫയൽ, എഡിറ്റ് ഒക്കെ ഇൻഫോ വിൻഡോ. ഇനി നമുക്കിത് ഇങ്ങനെ മാറ്റാം. ഇനി ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത്? ഈ വിൻഡോയിൽ ഒരു ക്യൂബ് കാണുന്നുണ്ട്, പിന്നെ ഒരു ലൈറ്റ് കാണുന്നുണ്ട്, ഇതാണ് ലൈറ്റ്. ഇവിടെ ഒരു ക്യാമറ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഷേപ്പോ വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ക്യൂബിനെ വെച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വ്യൂ ഉണ്ട്. വ്യൂവിൽ ഇത് ഓരോ ക്യാമറ വ്യൂസിലൊക്കെ നോക്കണം, ഇത് ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിനായിട്ട് ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ട്. ടോപ്പ് കണ്ടില്ലേ, ഓരോ ചേഞ്ചസ്. ടോപ്പ് ഞാൻ എടുത്തു, പിന്നെ ബോട്ടം. അപ്പം ഇതിനൊക്കെ നമുക്ക് എക്സ്റ്റേണൽ കീബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് കീസ് ഉപയോഗിക്കാം. നംപാഡ് ആണ്, കണ്ടില്ലേ. ഇപ്പം ഞാൻ ടോപ്പ് വ്യൂ എടുക്കുകയാണെങ്കിൽ ഇവിടെ എഴുതി കാണും നംപാഡ് 7. നമ്മുടെ എക്സ്റ്റേണൽ കീബോർഡിൽ നംപാഡ് ഉണ്ടെങ്കിൽ അതിൽ 7 ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഈ ഒരു ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ കാണാൻ പറ്റും. നംപാഡ് 7 ക്ലിക്ക് ചെയ്താൽ ടോപ്പ് വ്യൂ കാണാൻ പറ്റും. കൺട്രോൾ നംപാഡ് 7 ക്ലിക്ക് ചെയ്താൽ ബോട്ടം, പിന്നെ നംപാഡ് 1 ഫ്രണ്ട്, കൺട്രോൾ നംപാഡ് 1 ബാക്ക് ആണ്. പിന്നെ റൈറ്റ് നംപാഡ് 3 ആണ് റൈറ്റ്, കൺട്രോൾ നംപാഡ് 3 ആണ് ലെഫ്റ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വ്യൂ പോയിന്റിൽ പറയാൻ കഴിയുന്നത്. പിന്നെ ടൂൾസ് ഉണ്ട്. ഇനി മൊത്തം നമുക്ക് 2 മോഡുകളുണ്ട്, ഒബ്ജക്റ്റ് മോഡും അതുപോലെ ഒബ്ജക്റ്റ് മോഡും എഡിറ്റ് മോഡും ഉണ്ട്. ഇതിപ്പോൾ ഒബ്ജക്റ്റ് മോഡിലാണ് കിടക്കുന്നത്. അപ്പം ഇനി നമുക്ക് എഡിറ്റ് മോഡിലാണ് വരേണ്ടതെങ്കിൽ ടാബ് കീ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ടാബ് കീ
പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും കണ്ടില്ലേ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട്. ഇതാ ഇവിടെ എഡിറ്റ് മോഡ് എന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ക്യൂബ് സെലക്ഷൻ ആണ്. അപ്പം നമുക്ക് എല്ലാം നോക്കുമ്പോഴേക്കും ഇതാ ഇവിടെ ക്യൂബ് സെലക്ഷൻ ആണോ എന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പിക്കണം. അപ്പോഴേ നമുക്ക് ഇല്ലെങ്കിൽ ക്യാമറയിലോട്ടോ ഇല്ലെങ്കിൽ ലൈറ്റിലോട്ടോ സെലക്ഷൻ പൊക്കോളും. അപ്പം ഇങ്ങനെ നമുക്ക് എടുത്ത് ഇനി ഇതിനെ വലിച്ച് വേറെ റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കണമെങ്കിൽ നമുക്ക് ഈ എന്നൊരു ഇത് കൊടുത്താൽ മതി. എക്സ്ട്രൂഡ് എന്നാണ് അർത്ഥം. ഇനി എക്സ്ട്രൂഡ് ഇങ്ങനെയല്ല, നമുക്ക് വേറൊന്ന് പറയാനുണ്ട് ഇതിൽ. അതായത് ഇതിൽ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, പിന്നെ അതുപോലെ ഇസഡ് ആക്സിസ്, ഈ 3 ആക്സിസുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ദാ ഇവിടെ കാണാൻ പറ്റും. വൈ ആക്സിസ് എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ്, എക്സ് ആക്സിസ് എന്ന് പറയുന്നത് റെഡ് കളറാണ്, ഇസഡ് ആക്സിസ് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ അത് മുകളിലോട്ട് അതായത് ബ്ലൂ കളറാണ്. ഇപ്പം നമുക്ക് ഇത് സ്കെയിൽ ചെയ്യണമെങ്കിൽ വളരെ ഒരു സിമ്പിളായ മെത്തേഡ് ഉണ്ട്. നമുക്ക് എസ് ഇപ്പോൾ വൈ ആക്സിസിലാണ് നമുക്ക് സ്കെയിൽ ചെയ്യണമെങ്കിൽ എസ് വൈ ഇപ്പം ഞാൻ 3 എന്ന അളവ് കൊടുക്കാം. കണ്ടില്ലേ, എൻ്റർ കീയും കൊടുക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോ ഷേപ്പുകളും സ്കെയിൽ ചെയ്യണമെങ്കിൽ വൈ ആക്സിസിലാണോ എക്സ് ആക്സിസിലാണോ ഒക്കെ സ്കെയിൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയാണ് ഇപ്പം ഞാൻ ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തൊക്കെയാണ്, ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. വീഡിയോയിൽ കാണാം. താങ്ക് യു.